എല്ലാവർക്കും നമസ്കാരം. കേരള ഫയർ റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ നടക്കുന്ന സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിന് ദൃക്സാക്ഷികളാകാൻ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും കേരള ഫയർ റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ അവരുടെ പേരിൽ സഹർഷം ഈ അക്കാദമിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പൂരവും തുള്ളലും കഥകളിമേളവും പൂപ്പന്തലും തെയ്യവും പുള്ളൂർ കുടങ്ങളും കൊയ്ത്തും നിലാവും ഉണരുന്ന മലയാള മണ്ണിൽ ഒരു മഹത്തായ സംസ്കാരത്തിന്റെ ഓർമ്മകൾ ഉണരുന്ന തൃശ്ശിവതീരും പൂരത്തിന്റെ കീഴികൊട്ടും പുലിക്കളിയുടെ താളങ്ങളും ഈ നാടിന്റെ ഗതകാല സ്മരണകൾക്ക് സിന്ദൂരമണിയിക്കുന്നു. തൃശ്ശിവതീരൂരിന്റെ ഓരം ചേർന്ന നിളയിലെ കടത്തുതോണിക്കാരന്റെ പാട്ടിന്റെ കാതോർത്ത് കലാമണ്ഡലത്തിന്റെ കളിവിളക്കിന്റെ വെളിച്ചത്തിൽ കലയുടെ ആചാര്യന്മാരുടെ പാദമുദ്രകൾ പതിഞ്ഞ മണ്ണിൽ മഹാരഥന്മാർ നടന്നുപോയ കളരികൾക്കരികിൽ വിയ്യൂർ എന്ന ഈ കൊച്ചു ഗ്രാമം ഇടതൂർന്നു നിൽക്കുന്ന ഹരിതവൃക്ഷങ്ങൾ, ചുറ്റും മാമരങ്ങൾ നിഴൽ വിരിക്കുന്ന മയിലുകൾ നൃത്തമാടുന്ന മണ്ണിൽ അരുണൻ സ്വർണവർണ്ണമാർന്ന കിരണങ്ങൾ വാരി വിതറി പ്രഭാതരഥത്തിൽ സവാരി തുടങ്ങും മുമ്പേ പരേഡിന്റെ ചടുല താളങ്ങൾ കേട്ടുണരുന്ന കേരള ഫയർ റെസ്ക്യൂ സർവീസസ് അക്കാദമി. കത്തിയെരിയുന്ന വേനൽക്കാലത്തും നേർത്ത മഞ്ഞതുള്ളികൾ പരവതാനി വിരിക്കുന്ന മകരമാസത്തിലും പുഴകളും നദികളും നിറകവിഞ്ഞൊഴുകുന്ന കാലവർഷത്തിലും ദിഗന്ധങ്ങൾ ഭേദിക്കുന്ന ഇടിമിന്നൽ പിണറുകൾ മണ്ണിന്റെ മാറിൽ പെയ്തിറങ്ങുന്ന തുലാവർഷ പേമാരിയിൽ പിഴയ്ക്കാത്ത ചുവടുകളും ഇടറാത്ത ഹൃദയങ്ങളും നെയ്തെടുക്കുന്ന മഹത്തായ ഗുരുകുലം കേരള ഫയർ റെസ്ക്യൂ സർവീസസ് അക്കാദമി. ഇവിടെ ഈ മംഗള മുഹൂർത്തത്തിൽ ഒരു മഹത്തായ യാത്രയ്ക്ക് തുടക്കമാവുകയാണ്. മാനവ സേവന തപസ്യയുടെ പ്രതിജ്ഞാമന്ത്രങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന ധന്യ നിമിഷം സമാഗതമാവുകയാണ്. കഠിന പരിശീലനത്തോടെ സ്വായത്തമാക്കിയ അഗ്നിശമന രക്ഷാ പ്രവർത്തന പാഠങ്ങൾ നൽകുന്ന ആത്മധൈര്യവുമായി നിതാന്ത ജാഗ്രതയോടെ ചിമ്മാത്ത കണ്ണുകളുമായി കേരളീയ സമൂഹത്തിന്റെ രക്ഷയ്ക്കായി കാലത്തോടൊപ്പം ഉറച്ച ചുവടുകൾ വെച്ച് ജീവിതത്തിന്റെ നാട്ടുവഴികളിലും നടപ്പാതകളിലും പൂരപ്പറമ്പുകളിലും ഋതുവ്യതിയാനങ്ങൾക്കൊപ്പം നിത്യ പഥികരായ അങ്ങ് അനന്തപുരി മുതൽ ബേക്കൽ കോട്ട വരെ ചുറ്റും വെൺമേഘങ്ങൾ പാടുന്ന സഹ്യഗിരിനിര കോട്ടകളിൽ കവിത നിറഞ്ഞ നാട്ടിടവഴികളിൽ പുഴയോരത്ത് റെയിൽപാതകളിൽ രാത്രി വഴികളിൽ കണ്ണത്ത പുഞ്ചവയൽ പരപ്പുകളിൽ കർഷക മാടങ്ങളിൽ ഗ്രാമക്ഷേത്രങ്ങളിൽ താലപ്പൊലിയെത്തുന്ന വയലേലുകളിൽ വേലപ്പൂരങ്ങളിൽ എന്നല്ല കിഴക്ക് തുറന്നിട്ട വിദൂര നീലിമയോളം ലക്ഷദ്വീപിനും കേരളത്തിനും നെടുകയും കുറുകയും ഇവർ വരുന്നു. കേരള ഫയർ റെസ്ക്യൂ സർവീസസിന്റെ 231 ട്രെയിനുകൾ ഇന്ന് ഈ ഗുരുകുലത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കി നിങ്ങൾക്കരികിലേക്ക് വരുന്നു. ഇതിൽ നിന്ന് കേരള ഫയർ റെസ്ക്യൂ സർവീസസിലേക്ക് 214 പേരും ലക്ഷദ്വീപിലേക്ക് 17 പേരും. ദിവസത്തിന്റെ 24 മണിക്കൂറും ജാഗരൂകരായിരിക്കുന്ന ഫയർ റെസ്ക്യൂ സർവീസസ് എന്ന സേനാ വിഭാഗത്തിന്റെ ഭാഗമാകുന്ന ഈ യുവഹൃദയങ്ങളെ അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്ന 231 ട്രെയിനുകളിൽ അടിസ്ഥാന യോഗ്യതയായ +2 പുറമെ എംഫിൽ യോഗ്യതയുള്ള ഒരാളും MBA ബിരുദമുള്ള ഒരാളും നെറ്റ് യോഗ്യതയുള്ള ഒരാളും
MCA യോഗ്യത നേടിയ 2 പേരും MTech യോഗ്യതയുള്ള ഒരാളും BTech യോഗ്യതയുള്ള 54 പേരും B.Ed യോഗ്യത നേടിയ 2 പേരും 17 ബിരുദാനന്തര ബിരുദധാരികളും 106 ബിരുദധാരികളും 8 ഡിപ്ലോമക്കാരും ITI യോഗ്യതയുള്ള 7 പേരും ലക്ഷദ്വീപിലെ സ്കൂബ ഡൈവിംഗ് കോഴ്സ് പാസ്സായ 2 പേരും ഉൾപ്പെടുന്നു. കേരള ഫയർ റെസ്ക്യൂ സർവീസസ് അക്കാദമി ഡയറക്ടർ റീജിയണൽ ഫയർ ഓഫീസർ ശ്രീ P. ദിലീപൻ അവരുടെ നേതൃത്വത്തിൽ ജില്ലാ ഫയർ ഓഫീസർമാരായ സർവശ്രീ റെനിലൂക്കോസ്, VK ഋതീഷ്, SL ദിലീപ്, സിവിൽ ഡിഫൻസ് അക്കാദമി ഡയറക്ടർ ശ്രീ P. രഞ്ജിത്ത് എന്നിവരും സ്റ്റേറ്റ് ഓഫീസർമാരായ സർവശ്രീ KS പ്രസന്നകുമാർ, TK അജയ്, സുൽഫീസ് ഇബ്രാഹിം, D. ബൈജു, K. രാധാകൃഷ്ണൻ, M. രാജേന്ദ്രനാഥ്, മോട്ടോർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ ഓഫീസർമാരായ സർവശ്രീ ആന്റണി ഫ്രാൻസിസ്, CC വിജയൻ എന്നിവരും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ സർവശ്രീ PS ശ്രീകിഷോർ, S. പ്രസാദ്, CP ജോസ്, MR സുനിൽകുമാർ, SN സുരേഷ് കുമാർ, EC നന്ദകുമാർ, K. പത്മകുമാർ, CS അജികുമാർ ബാബു, PR ബൈജു പണിക്കർ, MS സന്തോഷ് കുമാർ, VV രാജൻ എന്നിവരും ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ സർവശ്രീ രാധാകൃഷ്ണൻ, PA നിഷ, KK അബൂബക്കർ എന്നിവരും ലീഡിംഗ് ഫയർമാൻമാരായ സർവശ്രീ PB പ്രേംകുമാർ, H. സതീശൻ, രാജൻ, CP ഓമനക്കുട്ടൻ, അനിൽ രാജ്, AM ഹമീദ്, TP രാജേന്ദ്രനാഥ്, P. ഷിബു, മനോജ് കുമാർ, PV പിയൂസ്, G. സുരേഷ് കുമാർ, DR രാജേഷ്, ജോജി N. ജോയ്, കൃഷ്ണൻ, KR ശ്രീനിവാസൻ എന്നിവരും ഗ്രേഡ് ലീഡിംഗ് ഫയർമാനായ ശ്രീ ഗോപകുമാറും ഫയർമാൻമാരായ സർവശ്രീ SV സുബിൽ, TT അനീഷ്, AK ഹരീഷ് കുമാർ, ഗിരീഷ് കൃഷ്ണൻ, R. അരുൺ, ദീപക്, നജിമോൻ, മനു, SP അനു, സന്ദീപ്, മുരുകേഷ്, കണ്ണദാസ്, പ്രദീപ്, ഫതിൽ റഹ്മാൻ, വിഷ്ണുമോഹൻ, രഞ്ജിത്ത്, സുധീഷ്, ES റനീഷ്, MG ജിത്ത്, സാംജിത്ത്, രഞ്ജിത്ത്, ബിജിൻ പോൾ എന്നിവരും ഫയർമാൻ ഡ്രൈവർമാരായ സർവശ്രീ രഞ്ജിത്ത് പാപ്പച്ചൻ, പ്രതീഷ്, ജിതിൻ ശശീന്ദ്രൻ, അനിൽ ആനന്ദ്, PK അഖിൽ തുടങ്ങിയവരും പരിശീലനാർത്ഥികളുടെ ശാരീരിക ആരോഗ്യവും അച്ചടക്കവും വളർത്തിയെടുക്കുന്നതിനുള്ള വിവിധ പരിശീലനങ്ങൾ ഇൻഡോർ വിഭാഗത്തിലും ഔട്ട്ഡോർ വിഭാഗത്തിലും നൽകിയിട്ടുണ്ട്. ഈ ഗുരുകുലത്തിന്റെ ഗോപുരം കടന്ന ഫയർ റെസ്ക്യൂ സർവീസസ് കുടുംബത്തിന്റെ ക്ഷണം ഹൃദയപൂർവ്വം സ്വീകരിച്ച് പ്രൗഢഗംഭീരമായ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്ന യുവരക്തങ്ങൾക്ക് സ്നേഹപൂർവ്വം നന്മകൾ നേരാനെത്തിയ ബഹുമാന്യ ജനപ്രതിനിധികളെയും വിശിഷ്ട വ്യക്തികളെയും സേനാംഗങ്ങളുടെ ബന്ധുമിത്രാദികളെയും വാർത്തകളുടെ സത്യത്തിലേക്ക് തൂലിക ചലിപ്പിക്കുന്ന നേരറിവുകളിലേക്ക് ക്യാമറ കണ്ണുകൾ ചലിപ്പിക്കുന്ന ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെയും കേരള ഫയർ റെസ്ക്യൂ സർവീസസിന്റെ ഉദ്യോഗസ്ഥന്മാരെയും മറ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും അഭ്യുദയകാംക്ഷികളെയും ഈ ധന്യമുഹൂർത്തത്തിലേക്ക് കേരള ഫയർ റെസ്ക്യൂ സർവീസസ് അക്കാദമിയുടെ പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർമ്മസാക്ഷിയായ ദിനകരന്റെ പൊൻകതിർക്കുലകളാൽ ധന്യമായ ഈ സുദിനം, ഈ ദിനത്തിന് ചാരുത പകർന്നുകൊണ്ട് അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സും മൺപുറ്റുകളിൽ തപസ്സിരിക്കുന്ന സഹനത്തിന്റെ കോട്ടയും തീർത്ത് 1000 വർണ്ണച്ചിറകൾ വിടർത്തി കേരള ഫയർ റെസ്ക്യൂ സർവീസസിന്റെ ഉണർവും ഊർജവും ആവേശവുമായി തീവ്ര പരിശീലനത്തോടെ നേടിയ കരുത്തും കഴിവും പ്രകടിപ്പിക്കുവാൻ ഏത് ദുർഘട സാഹചര്യങ്ങളെയും അതിജീവിച്ച് തന്റെ ജീവൻ പോലും തൃണവൽക്കരിച്ച് തന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം വൈമനസ്യമില്ലാതെ ഏറ്റെടുത്ത് സമാധാനത്തിന്റെയും സംരക്ഷണത്തിന്റെയും രക്ഷാപ്രവർത്തനങ്ങളുടെയും മുന്നണി പോരാളികളായി ഫയർമാൻ ഡ്രൈവർ ഓപ്പറേറ്റർ എന്നിങ്ങനെ
31 ട്രെയിനുകൾ ഇപ്പോൾ പാസിംഗ് ഔട്ട് പരേഡിനായി നിങ്ങളുടെ മുന്നിൽ അണിനിരക്കുകയായി. ഈ പാസിംഗ് ഔട്ട് പരേഡിന്റെ പദചലനങ്ങൾക്കായി KP 1, 2 ബറ്റാലിയനുകളിലെ സംഗീതജ്ഞന്മാർ മീട്ടുന്ന ഫോളിൻ കോൾ മുടങ്ങുമ്പോൾ പരിശീലനത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച് പരേഡ് സെക്കൻഡ് കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ ഏണിക്കര ദേശത്ത് പത്മാലയം വീട്ടിൽ ശ്രീ VV ദാസിന്റെയും ശ്രീമതി GS സൗധാമിനിയുടെയും മകനായ നന്ദു DS പരിശീലനം പൂർത്തിയാക്കിയ 231 ട്രെയിനുകളെയും ഈ മൈതാന മധ്യത്തിലേക്ക് ആനയിക്കുന്നു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ നഗരത്തിൽ സെക്ടർ തമ്പുരാന്റെ മണ്ണിൽ 2007 ജൂലൈ 4 ബഹുമാനപ്പെട്ട അന്നത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ അവരുകളാണ് കേരള ഫയർ റെസ്ക്യൂ സർവീസസ് അക്കാദമിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അന്നത്തെ കാലത്തോടൊപ്പം നടന്ന ആധുനിക സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായ ഭടന്മാരെ വാർത്തെടുക്കുന്ന പഠന കേന്ദ്രമാണ് കേരള ഫയർ റെസ്ക്യൂ സർവീസസ് അക്കാദമി. കർമ്മശേഷിയാർന്ന ദ്രോണാചാര്യന്മാരാൽ നയിക്കപ്പെട്ട ഇന്ന് വളർച്ചയുടെ ഉന്നത പടവുകളിൽ എത്തി നിൽക്കുന്നു. കേരള ഫയർ റെസ്ക്യൂ സർവീസസ് അക്കാദമിയുടെ എല്ലാവിധ നേട്ടങ്ങളെയും ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട ഡയറക്ടർ റീജിയണൽ ഫയർ ഓഫീസർ ശ്രീ P. ദിലീപൻ അവരുടെ നേതൃത്വത്തിൽ ജില്ലാ ഫയർ ഓഫീസർമാരായ ശ്രീ റെനി ലൂക്കോസ്, ശ്രീ B. രഞ്ജിത്ത്, ശ്രീ VK യുഗീഷ്, ശ്രീ SL ദിലീപ് എന്നിവരുടെ മേൽനോട്ടത്തിൽ അക്കാദമിയിലെ വിവിധ നിലയങ്ങളിലെയും ഓഫീസർമാരും ഇൻസ്ട്രക്ടർമാരും ഇതര ജീവനക്കാർ ഉൾപ്പെടെയുള്ള മറ്റു പദവികളിലെ വിദഗ്ധന്മാരുടെയും നിസ്വാർത്ഥ സേവനവും ജനങ്ങൾക്കും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഉതകുന്ന തരത്തിൽ ശാരീരിക ക്ഷമത വർദ്ധിപ്പിച്ച് സ്വഭാവ രൂപീകരണത്തിലും ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികൾ നേരിടുന്നതിനായി ശ്വസന സഹായി ഉപയോഗിച്ച് പുകനിറഞ്ഞ അറകളിലും വെള്ളത്തിനടിയിലും സീരിയൽ ലൈനുകളിലും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള
പരിശീലനം, റബ്ബർ ഡിങ്കി, ഔട്ട്ബോർഡ് എഞ്ചിൻ എന്നിവ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം, ഉയരങ്ങളിൽ നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള പരിശീലനം, ലിഫ്റ്റിലുണ്ടാകുന്ന അപകടങ്ങളിലെ രക്ഷാപ്രവർത്തന പരിശീലനം, വെർട്ടിക്കൽ റോഡ് റെസ്ക്യൂ, ഹൊറിസോണ്ടൽ റോഡ് റെസ്ക്യൂ, കമ്പ്യൂട്ടർ, വയർലെസ് നീന്തൽ പരിശീലനം, സ്കൂബ ഡൈവിംഗ് എന്നിവയിലുള്ള പരിശീലനം തുടങ്ങിയവ ഈ പരമാ ട്രെയിനുകൾക്ക് നേടിക്കൊടുക്കുന്നതിന് മേൽപ്പറഞ്ഞ ഉദ്യോഗസ്ഥരുടെ സേവനം ഉപകരിച്ചിട്ടുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുന്നു. ഈ പാസിംഗ് പരേഡിന്റെ സുഗമമായ നടത്തിപ്പിനായി ഓപ്പൺ ജീപ്പ്, ബാൻഡ് എന്നിവ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകി സഹായിക്കുന്ന പോലീസ് വകുപ്പിന്റെയും ബാങ്ക് സബ് ഇൻസ്പെക്ടർ ശ്രീ മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള ബാൻഡ് സംഘത്തെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ സമയം പാസിംഗ് ഔട്ട് പരേഡിന്റെ സെക്കൻഡ് കമാൻഡർ, പരേഡിന്റെ പൂർണ്ണ ചുമതല പരേഡ് കമാൻഡർ ശ്രീ രാകേഷ് എസ് മോഹന് കൈമാറുന്നു. ഈ സേനാംഗങ്ങളിൽ നിന്നും പരിശീലനത്തിന്റെ എല്ലാ മേഖലകളിലും ഉന്നത മികവ് പുലർത്തിയ വ്യക്തിയാണ് ഇദ്ദേഹം. കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ ആദിച്ചനല്ലൂർ ദേശത്ത് മോഹനദാസൻ വീട്ടിൽ ശ്രീ മോഹന്റെയും ശ്രീമതി രാജലക്ഷ്മിയുടെയും മകനാണ് ഇന്നത്തെ പരേഡ് കമാൻഡറായ ശ്രീ രാകേഷ് എസ് മോഹൻ. Ready for command, sir. ഇപ്പോൾ പരേഡിന്റെ പൂർണ്ണ ചുമതല പരേഡ് കമാൻഡറായ ശ്രീ രാകേഷ് എസ് മോഹൻ ഏറ്റെടുത്തിരിക്കുന്നു. ഈ പാസിംഗ് ഔട്ട് പരേഡിന്റെ പദചരണങ്ങൾക്കായി മന്ത്ര മധുരമായ വാദ്യസംഗീതത്തിന്റെ അകമ്പടിയേറ്റുന്നത് ബാൻഡ് സബ് ഇൻസ്പെക്ടർ ശ്രീ മോഹൻദാസ് നയിക്കുന്ന KP 1ാം ബറ്റാലിയന്റെ ബ്രാസ് ബാൻഡ് വിഭാഗമാണ്. ഇന്നത്തെ ഈ പാസിംഗ് ഔട്ട് പരേഡിൽ അണിനിരക്കുന്നത് 10 പ്ലറ്റൂണുകളാണ്. ഒന്നാമത്തെ പ്ലറ്റൂണിനെ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ പരപ്പന ദേശത്ത് വാച്ചേരി വീട്ടിൽ ശ്രീ M നുജുദ്ദീന്റെയും ശ്രീമതി നദീറിന്റെയും മകൻ ശ്രീ മുഹമ്മദ് അജ്മൽ ഷാ നയിക്കുന്നു. രണ്ടാമത്തെ പ്ലറ്റൂണിനെ എറണാകുളം ജില്ലയിൽ കടയന്നൂർ താലൂക്കിൽ കച്ചേരിപ്പള്ളി ദേശത്ത് ശാലോ വീട്ടിൽ ശ്രീ ടി എ നജീബിന്റെയും ശ്രീമതി സൈദു നജീബിന്റെയും മകൻ ശ്രീ നവീൻ മുഹമ്മദ് നയിക്കുന്നു. മൂന്നാമത്തെ പ്ലറ്റൂണിനെ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ മീനാങ്കൽ ദേശത്ത് ഉത്തരം വീട്ടിൽ ശ്രീ ജി സുരേന്ദ്രന്റെയും ശ്രീമതി ഷീജാകുമാരിയുടെയും മകൻ ശ്രീ അഖിലേഷ് SS നയിക്കുന്നു. നാലാമത്തെ പ്ലറ്റൂണിനെ തൃശൂർ ജില്ലയിൽ തൃശൂർ താലൂക്കിൽ അരിമംഗലം ദേശത്ത് കുന്നപ്പള്ളി വീട്ടിൽ ശ്രീ രവീന്ദ്രന്റെയും ശ്രീമതി VK ശ്രീപാർവതിയുടെ മകൻ ശ്രീ ശ്രീനാഥ് KR നയിക്കുന്നു. അഞ്ചാമത്തെ പ്ലറ്റൂണിനെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ കൂറ്റുവേലി ദേശത്ത് കാർത്തിക വീട്ടിൽ ശ്രീ മുരളീധരൻ നായരുടെയും ശ്രീമതി B ശ്രീലേഖയുടെയും മകൻ ശ്രീ മനു M നായർ നയിക്കുന്നു. ആറാമത്തെ പ്ലറ്റൂണിനെ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി താലൂക്കിൽ വിളയൂർ ദേശത്ത് ചേലക്കോട് വീട്ടിൽ ശ്രീ A വേണുഗോപാലന്റെയും ശ്രീമതി K ഇന്ദിരയുടെയും മകൻ ശ്രീ വിമൽ C നയിക്കുന്നു. ഏഴാമത്തെ പ്ലറ്റൂണിനെ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ വിതുര ദേശത്ത് സ്നേഹതീരം തുടങ്ങി ശ്രീ R സുന്ദരേശന്റെയും ശ്രീമതി D ശൈലജയുടെയും മകൻ ശ്രീ സുജിത് SS നയിക്കുന്നു. എട്ടാമത്തെ പ്ലറ്റൂണിനെ പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്കിൽ നിലവഞ്ചേരി ദേശത്ത് അശ്വതി നിവാസിൽ ശ്രീ C ചന്ദ്രന്റെയും ശ്രീമതി M വിമലയുടെയും മകൻ ശ്രീ പ്രിയൻ C നയിക്കുന്നു. ഒൻപതാമത്തെ പ്ലറ്റൂണിനെ പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്കിൽ കാഞ്ഞിരങ്കാട് ദേശത്ത് കാഞ്ഞിരങ്കാട് വീട്ടിൽ ശ്രീ കൃഷ്ണന്റെയും ശ്രീമതി
പ്രേമയുടെ മകൻ ശ്രീ പ്രവീൺ നയിക്കുന്നു. 10ാമത് പ്ലട്ടൂണിനെ ലക്ഷദ്വീപ് അമനി ഐലൻഡിൽ ശ്രീ TP മുഹമ്മദ് അലി നയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഡയറക്ടർ കേരള ഫയർ റെസ്ക്യൂ സർവീസസ് അക്കാദമി ശ്രീ P. ദിലീപൻ അവർക്ക് ഡയസിലെത്തി സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നു. കേരള ഫയർ റെസ്ക്യൂ സർവീസസിന്റെ അഭിമാനമായ ഈ അക്കാദമി ഇന്നത്തെ ഈ പാസിംഗ് ഔട്ട് പരേഡിലൂടെ ചരിത്രത്തിന്റെ മറ്റൊരു നാഴികയിലൂടെ പിന്നിടുകയാണ്. കേരള ഫയർ റെസ്ക്യൂ സർവീസസിലേക്കുള്ള 214 പേരും ലക്ഷദ്വീപ് ഫയർ സർവീസിലേക്കുള്ള 17 പേരുമാണ് ഈ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിലൂടെ ഇന്ന് പുറത്തിറങ്ങുന്നത്. അഗ്നിയുടെ ഉത്ഭവം എങ്ങനെയായിരിക്കാം, അതിൻ്റെ ചരിത്രം എന്തായിരിക്കാം എന്നൊക്കെ അന്വേഷിച്ചാൽ തീർച്ചയായും അത് മാനവരാശിയുടെ ചരിത്രത്തെക്കാൾ പുരാതനമായിരിക്കും. വേട്ടയാടി ജീവിച്ച വനവാസിയായ ആദിമ മനുഷ്യൻ കാട്ടുതീയിൽപ്പെട്ട വസ്തുക്കൾ ഭക്ഷിച്ചിരിക്കാം. അതിൻ്റെ രുചിയിൽ ആകർഷനായി അവൻ ആഹാര സാധനങ്ങൾ ചുട്ടുകഴിക്കാൻ തീയുണ്ടാക്കുന്നതിന് വേണ്ടി മാർഗങ്ങൾ അന്വേഷിച്ച് പ്രകൃതിയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് തീയുണ്ടാക്കാനുള്ള വഴികളും കണ്ടെത്തി എന്നാണ് ചരിത്രമെങ്കിൽ ആ കണ്ടുപിടുത്തം നടന്ന നിമിഷമാണ് മാനവരാശിയുടെ പുരോഗതിക്ക് നാം കുറിച്ച ചരിത്ര ശുദ്ധ മുഹൂർത്തം. അവിടെ നിങ്ങൾക്കുള്ള മാനവ ചരിത്രം പരിശോധിച്ചാൽ ഇന്നത്തെ ഈ നവയുഗത്തിലേക്കുള്ള മനുഷ്യരാശിയുടെ പ്രയാണം മുഴുവനും അഗ്നി ചിതറിയേറിയായിരുന്നു എന്ന് നമുക്ക് കാണാം. അഗ്നിക്ക് തീയെന്നും വളഞ്ഞോ നീർപ്പൂട്ടോ കത്തിച്ചിരിക്കുന്നത് എന്നുമാണ് അർത്ഥം. അഗ്നി ബ്രഹ്മാവിന്റെ മൂത്ത പുത്രനാണെന്ന് വിഷ്ണു പുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നു. അഗ്നിക്ക് സോഹ്രാദേവി, പാവകൻ, പാവമാനകൻ, ശുചി എന്നിങ്ങനെ 3 പുത്രന്മാരും അവർക്ക് 3 കൂടി 45 പുത്രന്മാരും ഉണ്ടായിരുന്നു. അഗ്നിയെയും അഗ്നിയുടെ പുത്ര പൗത്രന്മാരെയും ഉൾപ്പെടുത്തിയാണ് 49 അഗ്നികൾ എന്ന് പറയുന്നത്. അഗ്നിക്ക് കരാളി, ഭൂമിനി, ശ്വേത, ലോഹിത, പവനി, നീലലോഹിത, സുവർണ എന്നിങ്ങനെ 7 തരം ജ്വാലകളുണ്ട്. ഈ 49 അഗ്നികളുടെയും അവയുടെ ജ്വാലകളുടെയും ക്ഷോഭത്തിൽ താനും തന്റെ സമ്മർദ്ദം അവിചാരിതമായി അകപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അഗ്നിയെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളും മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങി. ചരിത്രാതീത കാലം മുതലുള്ള മനുഷ്യപ്രയത്നം അവസാനിച്ചത് അഗ്നിശമന സേനയുടെ രൂപീകരണത്തിലാണ്. ഏറ്റവും പുരാതനമായ ഫയർ സർവീസസ് ഡിപ്പാർട്ട്മെന്റ് BC 3-ാം നൂറ്റാണ്ടിലെ മൗര്യൻ ഭരണകാലത്ത് ഉണ്ടായതായി അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നു. അഗ്നിയുണ്ടാക്കുന്ന നാശത്തെ അഗ്നി പീഡനമെന്നും അഗ്നിശമന സേനയെ അഗ്നി പ്രതിവേദ്യ എന്നും പരാമർശിക്കുന്നു. അതായത് അർത്ഥശാസ്ത്രത്തിന്റെ 4-ാം അധ്യായത്തിൽ പീഡനങ്ങൾ വരാൻ വരിയിൽ തടയാനുമേ വൃദ്ധിക്കും സ്തംഭ സംഘങ്ങൾ വരാനും മുതിർന്നിടൂ എന്ന് ഈ സേനയ്ക്കുള്ള മാർഗനിർദ്ദേശം
നൽകും. റോമൻ ചക്രവർത്തി അഗസ്റ്റസ് സീസറിന്റെ കീഴിൽ അഗ്നിശമന സേന ആരംഭിച്ചതായി 1629 ഇതേ കാലഘട്ടത്തിൽ ജപ്പാനിൽ കെക്കേഷി എന്നറിയപ്പെട്ടിരുന്ന ഫയർ സർവീസസ് ഉണ്ടായിരുന്നതായും നെപ്പോളിയന്റെ കാലഘട്ടത്തിൽ 1804 ഫ്രാൻസിൽ സേപ്പിയേഴ്സ് തോംബിയേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന ഫയർ സർവീസസ് ഉണ്ടായിരുന്നതായും ഫ്ലിയർവെയർ എന്നറിയപ്പെട്ടിരുന്ന ഒരു ഫയർ ബ്രിഗേഡ് 19-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ഉണ്ടായിരുന്നതായും 13 ലക്ഷം പേരുണ്ടായിരുന്ന വലിയൊരു ഫയർ സർവീസസ് വിഭാഗം അമേരിക്കയിൽ ഉണ്ടായിരുന്നതായും ചരിത്രത്തിന്റെ ഏടുകളിൽ കാണാവുന്നതാണ്. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഫയർ സർവീസ് ആരംഭിച്ചത്. 1822 കൽക്കട്ടയിലായിരുന്നു അത്. തുടർന്ന് മുംബൈ ഫയർ ബ്രിഗേഡ് 1850 മദ്രാസ് ഫയർ ബ്രിഗേഡ് 1908 ആരംഭിച്ചു. ലണ്ടനിൽ 1866 ഫയർ സർവീസ് ആരംഭിക്കുന്നത്. 1947 UK ആദ്യത്തെ ഫയർ സർവീസസ് ആക്ട് ഉണ്ടായത്. അതിൽ ഫയർ റെസ്ക്യൂ സർവീസസ് എന്ന് പരാമർശിക്കുന്നു. 1986 ഇന്ത്യയിൽ ഈ പേര് പ്രാവർത്തികമാക്കിയത്. എപ്പോഴും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സംസ്ഥാന അഗ്നിശമന വകുപ്പ് 1962 വരെ കേരള പോലീസിന്റെ ഭാഗമായിരുന്നു. 22/1/1963 നടപ്പാക്കിയ കേരള ഫയർഫോഴ്സ് ആക്ട് പ്രകാരം കേരള പോലീസിൽ നിന്നും വേർപെട്ട കേരള ഫയർഫോഴ്സ് എന്ന പേരിൽ ഒരു പ്രത്യേക സേനാ വിഭാഗം ആഭ്യന്തര വകുപ്പിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു. അഗ്നിശമന പ്രവർത്തനങ്ങളെ കൂടാതെ വിവിധ രക്ഷാപ്രവർത്തനങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും സേനയുടെ പ്രവർത്തന പ്രാധാന്യം കണക്കിലെടുത്ത് 2002 ഈ സേനാ വിഭാഗത്തെ കേരള ഫയർ റെസ്ക്യൂ സർവീസസ് എന്ന് പുനർനാമകരണം ചെയ്തു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഡയറക്ടർ ടെക്നിക്കൽ കേരള ഫയർ റെസ്ക്യൂ സർവീസസ് ശ്രീ ആർ പ്രസാദ് അവர்கள் ഡയസിലെത്തി സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നു. പ്രാണായ സേവാമഹേ എന്ന ആപ്തവാക്യത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന മഹത്തായ കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി 24 മണിക്കൂറും ജാഗരൂകരായിരിക്കുന്ന ഒരു സേനാ വിഭാഗമാണ് കേരള ഫയർ റെസ്ക്യൂ സർവീസസ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും തീയിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഈ വകുപ്പിന്റെ പ്രാഥമികമായ കർത്തവ്യം. തിരുവനന്തപുരം ആസ്ഥാനമായുള്ള കേരള ഫയർ റെസ്ക്യൂ സർവീസസിന്റെ പൂർണ്ണ ചുമതല ഡയറക്ടർ ജനറലിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഡയറക്ടർ ജനറലിനെ സാങ്കേതിക കാര്യങ്ങളിൽ സഹായിക്കുന്നതിന് ഡയറക്ടർ ടെക്നിക്കലും ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്നതിന് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷനും ഉണ്ട്. ഭരണപരമായ സൗകര്യത്തിനായി ഈ വകുപ്പിനെ തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ സ്ഥലങ്ങളെ ആസ്ഥാനമാക്കി 6 മേഖലകളായി തിരിച്ചിരിക്കുന്നു.
ഓരോ ഡിവിഷന്റെയും ചുമതല ഓരോ റീജിയണൽ ഫയർ ഓഫീസർമാർക്കാണ്. ഒരു ജില്ലയിലെ എല്ലാ സ്റ്റേഷനുകളുടെയും ചുമതല വഹിക്കുന്നത് ജില്ലാ ഫയർ ഓഫീസർമാരാണ്. ഓരോ ഫയർ റെസ്ക്യൂ സ്റ്റേഷന്റെയും ചുമതല സ്റ്റേഷൻ ഓഫീസർമാർക്കാണ്. സ്റ്റേഷൻ ഓഫീസറെ സഹായിക്കുന്നതിനായി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറും കൂടാതെ ലീഡിംഗ് ഫയർമാൻ, ഡ്രൈവർ, മെക്കാനിക്, ഫയർമാൻ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ എന്നിവരും ഉണ്ട്. കഴിഞ്ഞുപോയ നിരവധി വർഷങ്ങളിലൂടെ മരണം മാടി വിളിക്കുന്ന നിരവധി ദുരന്ത മുഖങ്ങളിൽ രക്ഷയുടെ ദൈവദൂതന്മാരായി സ്വന്തം ജീവൻ പോലും ബലികൊടുത്തുകൊണ്ട് അനവധി മനുഷ്യജീവനുകൾ രക്ഷിക്കുവാൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ധീരരായ സേനാംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കർമ്മഭൂമിയിൽ രക്തസാക്ഷിത്വം വഹിച്ച് അഗ്നിശമന രക്ഷാസേനയുടെ യശസ് വാനോളമുയർത്തി ആകാശത്ത് നക്ഷത്രങ്ങളായി പ്രകാശം ചൊരിയുന്ന മുൻഗാമികളുടെ കാലടിപ്പാടുകൾ പതിഞ്ഞ സേവനത്തിന്റെ രാജവീഥികളിലൂടെ ഏറെ ദൂരം ശിരസുയർത്തി പിടിച്ചു മുന്നേറുവാൻ അഗ്നിശമന രക്ഷാസേനയ്ക്ക് മുൻകാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. കേരള ഫയർ റെസ്ക്യൂ സർവീസിന്റെ ഈ പുത്തൻ മുഖങ്ങൾ സേനയുടെ കരുത്ത് വിളിച്ചോതുന്നവയാണ്. വളരെ വിശാലമായ ഒരു പ്രവർത്തന മേഖലയാണ് ഇവർക്കുള്ളത്. മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പ് അവയുടെ അന്തർസംഘർഷങ്ങളുടെ സമയോചിതവും സന്ദർഭോചിതവുമായ പരിഹാരക്രിയകളിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. വിവിധ മുഖങ്ങളുള്ള ഈ സംഘർഷങ്ങൾ പരിഹരിക്കപ്പെടുന്നത് വിവിധ മാർഗങ്ങളിലൂടെയാണ്. അവയിൽ ഏറ്റവും പ്രധാനം സേനയുടെ പ്രവർത്തനമാണ്. എന്നാൽ സ്വപ്ന സാക്ഷാത്കാരം ക്ഷിപ്രസാധ്യമല്ല. സ്വന്തം കർമ്മോത്സുകതയും ആർജവും അറിവും അതിലുപരി തങ്ങളുടെ ബാധ്യതയെ നിമിത്തം ആത്മാർത്ഥമായി ശ്രേഷ്ഠമായി നൂതന പ്രവർത്തന രീതികളിലൂടെ ഇവർ മുന്നേറുന്നു. 2001 തിരുവനന്തപുരം അമ്പൂരിമലയിലുണ്ടായ ഉരുൾപൊട്ടൽ, 2001 ജൂൺ 22 കോഴിക്കോട് കടലുണ്ടിയിലുണ്ടായ തീവണ്ടി അപകടം, 2002 മെയ് 11 വടകരയിലെ കിണർ ദുരന്തം, 2007 തട്ടേക്കാട് ബോട്ട് അപകടം, 2007 കോഴിക്കോട് മിഠായി തെരുവ് അഗ്നിബാധ, 2008 പന്നിയാർ പെൻ സ്റ്റോപ്പ് ദുരന്തം, 2009 തേക്കടി ബോട്ട് അപകടം, 2009 ഡിസംബർ 31 കരുനാഗപ്പള്ളി ഗ്യാസ് ടാങ്കർ ദുരന്തം, 2010 ജനുവരിയിൽ ശബരിമല പുൽമേട് ദുരന്തം, താഴത്തങ്ങാടി ബസ് അപകടം, 2011 തിരുവനന്തപുരം തമ്പാനൂരിലെ കെട്ടിട ദുരന്തം, 2012 കണ്ണൂർ ചാല ഗ്യാസ് ടാങ്കർ ദുരന്തം, ആനക്കാംപൊയിൽ ഉരുൾപൊട്ടൽ, 2012 ഓഗസ്റ്റ് മാസം എറണാകുളം ജില്ലയിലെ കടവൂർ ഉരുൾപൊട്ടൽ ദുരന്തം, 2016 ഏപ്രിൽ മാസം 10 കൊല്ലം ജില്ലയിലെ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലുണ്ടായ വെടിക്കെട്ട് അപകടം, 2016 ഓഗസ്റ്റ് മാസം 28 തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം രാജധാനി ബിൽഡിംഗിലെ വസ്ത്ര ഗോഡൌണിലുണ്ടായ തീപിടുത്തം, 2018 മഹാപ്രളയം, 2019 കവളപ്പാറ പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തം തുടങ്ങിയ അനവധി മരണം താണ്ഡവമാടിയ ദുരന്ത മുഖങ്ങളിൽ കാരുണ്യത്തിന്റെ കരസ്പർശവുമായി നിരവധി മനുഷ്യജീവനുകളെ സ്വന്തം ജീവൻ പോലും ബലി നൽകി ജീവിതത്തിന്റെ പുതുതീരങ്ങളിലേക്ക് കൈപിടിച്ചു ഉയർത്തുവാനും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന് കഴിഞ്ഞിട്ടുണ്ട്. ആധുനികവൽക്കരണത്തിന്റെയും വ്യാവസായിക വൽക്കരണത്തിന്റെയും പാതയിലൂടെ അതിവേഗം മുൻപോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന കേരള സംസ്ഥാനത്തിൽ ആശങ്കാജനകമാവിധം ദുരന്തങ്ങൾ മാറി മാറി വരുന്നു. പുതിയ സാഹചര്യങ്ങളിൽ അപ്രതീക്ഷിതമായി എത്തുന്ന വിവിധ ദുരന്തങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിന് അഗ്നിശമന രക്ഷാ സേനാംഗങ്ങൾക്ക് വിദഗ്ധ പരിശീലനം നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ട കേരള ഫയർ റെസ്ക്യൂ സർവീസസ് അക്കാഡമി നിലവിൽ സർവീസിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ തസ്തിക വരെയുള്ളവർക്ക് മാത്രം നൽകുവെന്ന പരിശീലനത്തിന് പുറമെ നാഗ്പൂരിലെ നാഷണൽ
ഫയർ സർവീസ് കോളേജിൽ നിന്നും നിയോഗിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്റ്റേഷൻ ഓഫീസർ കോഴ്സ് ട്രെയിനികൾ, ലക്ഷദ്വീപ് ഫയർ സർവീസിൽ നിന്നുള്ള ട്രെയിനികൾ, SDMA നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആപദാമിത്ര പരിശീലന പരിപാടിയിലെ ട്രെയിനികൾ, കേരള സംസ്ഥാന യുവജന ബോർഡിന്റെ നേതൃത്വത്തിലുള്ള കേരള യൂത്ത് ആക്ഷൻ ഫോഴ്സ് പരിശീലന പരിപാടിയിലെ ട്രെയിനികൾ എന്നിവർക്കും പരിശീലനം നൽകി വരുന്നു. ഈ അക്കാദമിയെ നാഷണൽ ഫയർ സർവീസ് കോളേജിന്റെ ഒരു പ്രാദേശിക പരിശീലന കേന്ദ്രമാക്കുന്നതിനുള്ള ശ്രമങ്ങളും നടത്തി വരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ കേരള ഫയർ റെസ്ക്യൂ സർവീസസ് സിവിൽ ഡിഫൻസ് ഹോം ഗാർഡ്സ് ശ്രീ A. ഹേമചന്ദ്രൻ IPS DGP അവർ ഡയസിലെത്തി സേനാംഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നു. കോരിച്ചൊരിയുന്ന മഴയും ചുട്ടുകൊള്ളുന്ന വെയിലിനെയും അവഗണിച്ച് രാപ്പകലിനെയ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പോലും പിണവൽപ്പിച്ച് അസാന്തം പരിശ്രമിക്കുന്ന കേരള അഗ്നിശമന രക്ഷാവകുപ്പിനെ നയിക്കുന്നത് ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ കേരള ഫയർ റെസ്ക്യൂ സർവീസസ് സിവിൽ ഡിഫൻസ് ഹോം ഗാർഡ്സ് ശ്രീ A. ഹേമചന്ദ്രൻ IPS DGP അവർ 2018 മഹാപ്രളയകാലത്തും 2019 കവളപ്പാറ പുത്തുമല ഉരുൾപൊട്ടൽ സമയത്തും സേന നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളിൽ കരുത്തുറ്റ നേതൃത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 2018 ഓഗസ്റ്റ് മാസത്തിൽ ദുരിതം പെയ്തിറങ്ങിയ പെരുമഴക്കാലത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയത്തിനും കേരളം സാക്ഷ്യം വഹിച്ചു. ആഴ്ചകൾ നീണ്ടുനിന്ന മഹാപ്രളയത്തെ എങ്ങനെ നേരിടണമെന്നറിയാതെ കേരളം പകച്ചു നിന്നപ്പോൾ വിശ്രമം എന്തെന്നറിയാതെ കേരളം മുഴുവൻ അഗ്നിശമന രക്ഷാസേനാംഗങ്ങൾ കർമ്മ നിരതരായി. ഒപ്പം പോലീസ് സേനാംഗങ്ങൾ ഉൾപ്പെടെ മറ്റു വകുപ്പുകളും നിരവധി സന്നദ്ധ സംഘടനകളും മത്സ്യത്തൊഴിലാളികളും 10,000-കണക്കിന് ആളുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റി. മഹാപ്രളയം നാടിനെ വെടിക്കുന്നതിന് മുൻപ് സംസ്ഥാന അഗ്നിശമന രക്ഷാസേന നടത്തിയ മുന്നൊരുക്കങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. പെരിയാറിലെ കുത്തൊഴുക്കിനെ വകവയ്ക്കാതെ കേരള ഫയർ റെസ്ക്യൂ സർവീസസിന്റെ ഡയറക്ടർ ജനറൽ ശ്രീ A. ഹേമചന്ദ്രൻ IPS DGP അവர்களுം ഡയറക്ടർ ടെക്നിക്കൽ ശ്രീ R. പ്രസാദ് അവர்களுം ചേർന്ന് നടത്തിയ റബ്ബർ ഡിങ്കി യാത്ര ഹൃദയം കൊണ്ടാണ് അഗ്നിശമന രക്ഷാസേനയിലെ ഓരോ ജീവനക്കാരും ഏറ്റുവാങ്ങിയത്. പ്രളയത്തിൽ നിന്നും 1,20,000-ഓളം പേർ അഗ്നിശമന രക്ഷാസേനയുടെ വിരൽത്തുമ്പിൽ പിടിച്ച് ജീവിതത്തിലേക്ക് തിരികെ കയറി. 2019 ആഗസ്റ്റിൽ മഴയും പ്രളയവും കൂടി ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ചേർന്നാണ് കേരളത്തിൽ പ്രകൃതി സംഹാരതാണ്ഡവുമാടിയത്. വയനാട്ടിലെ പുത്തുമലയിലും നിലമ്പൂരിലെ കവളപ്പാറയിലും നിരവധി പേരെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും കാണാതായി.
അപകട സാധ്യതകൾ തുടർന്നും നിലനിൽക്കുന്ന ഈ പ്രദേശങ്ങളിൽ സ്വജീവൻ തൃണവൽക്കരിച്ച് കേരള അഗ്നിശമന രക്ഷാസേന നടത്തിയ പ്രവർത്തനങ്ങൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. കവളപ്പാറയിൽ മണ്ണിനടിയിൽപ്പെട്ട 59 പേരും 48 പേരുടെയും മൃതദേഹങ്ങൾ 18 ദിവസം നീണ്ടുനിന്ന അശ്രാന്ത പരിശ്രമത്തിലൂടെ കണ്ടെത്തി. മണ്ണിടിച്ചിൽ കാണാതായവരിൽ കണ്ടെത്താനാകാതെ പോയ 11 പേരെ ഓർത്ത് അഗ്നിരക്ഷാപ്രവർത്തകരുടെ മിഴികളിൽ നിറഞ്ഞ കണ്ണുനീർ കേരളം ഇടനെഞ്ചിലേക്കാണ് ഏറ്റുവാങ്ങിയത്. 1962 നിയമാനുസൃതം സ്ഥാപിതമായ കേരള അഗ്നിശമന രക്ഷാസേനയിൽ അന്ന് 15 സ്റ്റേഷനും 492 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഈ സേനയ്ക്ക് കേരളത്തിൽ 124 സ്റ്റേഷനുകളും 4608 സേനാംഗങ്ങളും നിലവിലുണ്ട്. ഈ സർവ് ടു സേവ് അഥവാ ത്രാണായ സേവാമഹേ എന്ന സേനയുടെ ആപ്തവാക്യം അന്വർത്ഥമാക്കുന്ന പ്രവർത്തനമാണ് സേന നാളിതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ സേനയ്ക്ക് 12,822 മനുഷ്യജീവനുകളെ വിവിധ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രളയനാളുകളിലെ രക്ഷാപ്രവർത്തനം പുറമെയാണ് ഈ കണക്കുകൾ. 2018 മാത്രം സംസ്ഥാനത്ത് വിവിധ തീപിടുത്തങ്ങളിലായി 85.20 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സേനയുടെ ഫലപ്രദമായ ഇടപെടൽ മൂലം ആ വർഷം 431.51 കോടി രൂപയുടെ വസ്തുവകകൾ സംരക്ഷിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ വർഷം 29,974 രക്ഷാ ദൗത്യങ്ങൾ സേന വിജയകരമായി നിർവഹിച്ചിട്ടുണ്ട്. 1 രൂപയുടെ മൂല്യമേ ഉള്ളൂ എങ്കിലും വസ്തുവകളുടെ നഷ്ടം ഒഴിവാക്കുക എന്നത് ആയത് നിർമ്മിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ 2018 വർഷത്തിൽ മാത്രം 431.51 കോടി രൂപയുടെ വസ്തുവകകളും 4,352 വിലമതിക്കാനാവാത്ത മനുഷ്യജീവനുകളും രക്ഷിച്ച കേരള അഗ്നിശമന രക്ഷാസേനയെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു സർക്കാർ വകുപ്പായി കണക്കാക്കാം. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടു തന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സർവീസിന്റെ സമഗ്രമായ നവീകരണത്തിനായി പ്ലാൻ ഫണ്ടിൽ നിന്നും 2017-18 കാലഘട്ടത്തിൽ 40.12 കോടി രൂപയും 2018-19 കാലഘട്ടത്തിൽ 70 കോടി രൂപയും അഗ്നിരക്ഷാലയങ്ങൾക്ക് സ്വന്തമായി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനായി 2016-17 കാലഘട്ടത്തിൽ 1 കോടി രൂപയും 2017-18 കാലഘട്ടത്തിൽ 5 കോടി രൂപയും വിയ്യൂർ ഫയർ സർവീസ് അക്കാദമിക്കായി 1 കോടി രൂപയും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ അക്കാദമിയിൽ പുതിയ 22 തസ്തികകൾ കൂടി സൃഷ്ടിക്കുകയുണ്ടായി. ഈ സുവർണ നിമിഷങ്ങൾ ധന്യമാക്കുവാൻ നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ വിശിഷ്ട വ്യക്തിത്വം ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ശ്രീ സി രവീന്ദ്രനാഥ് അവർകൾ ഡൈസിലെത്തി സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുന്നതും തുടർന്ന് അദ്ദേഹം പരേഡ് പരിശോധിക്കുന്നതുമാണ്.
Passing your parade. Ready for instruction, sir. അങ്ങ് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട സൂര്യൻ വളർന്നുകൊണ്ടേയിരിക്കുന്നു. പുലരിയിൽ വീണ മഞ്ഞത്തുള്ളിൽ പ്രപഞ്ചം സൃഷ്ടിച്ച സൂര്യൻ സംഗീതത്തിലെ സ്വരങ്ങൾ പോലെ, നീലാകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഇവർ കേരള ഫയർ റെസ്ക്യൂ സർവീസസിന്റെ സ്പന്ദനമായി മാറുന്നു. ഹിമാലയത്തിലെ മഞ്ഞുതുള്ളികൾ മുതൽ കന്യാകുമാരിയിലെ കടൽ തിരമാലകളിൽ നിൽക്കുന്ന കഴിഞ്ഞുപോയ ഒരു തലമുറയുടെ ആശയവും ആവേശവുമായിരുന്ന എത്രയോ ധീരദേശാഭിമാനികൾ മാറോട് ചേർത്ത് പുണർന്ന ഭാരതീയ ദേശസ്നേഹത്തിന്റെ പ്രതീകമായ അശോക ചക്രാന്തരമായ ത്രിവർണ്ണ പതാകയെ സാക്ഷിയാക്കി വർഗ, വർണ്ണ, ജാതി, മത, കക്ഷി രാഷ്ട്രീയ വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളും മൗലിക രാശികളും മാനിച്ചുകൊണ്ട് ത്യാഗ മനോഭാവത്തോടെ സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടെ ഇവർ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ദേശീയ പതാക മൈതാനത്തിലേക്ക് പ്രവേശിക്കുന്നത് വന്ദേ മാതരം എന്ന ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ്. ദേശീയഗാനം ആലപിക്കുമ്പോൾ ആദരസൂചകമായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടതും യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്യേണ്ടതുമാണ്. തുടർന്ന് ഇവർക്കുള്ള സത്യപ്രതിജ്ഞാവാചകം കേരള ഫയർ റെസ്ക്യൂ സർവീസസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ റെനി ലൂക്കോസ് അവർ ചൊല്ലിക്കൊടുക്കുന്നതുമാണ്.
ഞാൻ ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും കേരള സംസ്ഥാന അഗ്നിശമന രക്ഷാസേനയിലെ ഒരംഗമെന്ന നിലയിൽ നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും പക്ഷഭേദം, സ്വജനപ്രീതി എന്നിവയ്ക്കതീതമായി എന്റെ പരമാവധി അറിവും കഴിവും ഉപയോഗിച്ച് നിർവഹിച്ചുകൊള്ളുമെന്നും സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു. പ്രൗഢഗംഭീരമായ മാർച്ച് പാസ്റ്റ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുകയായി. പരേഡ് കോളം ഓഫ് റൂട്ടിൽ മാർച്ച് ചെയ്ത് ആദ്യം സ്ലോ മാർച്ചിലും തുടർന്ന് ക്വിക്ക് മാർച്ചിലും മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതാണ്. സ്ലോ മാർച്ച് മൈബൂണി എന്ന ഈണത്തിനൊപ്പവും ക്വിക്ക് മാർച്ച് കേരള മാർച്ച് സാരെ ജഹാംസെ അച്ച എന്നീ ഈണങ്ങൾക്കൊപ്പവുമാണ്.
രാജേഷ് എസ് മോഹനും സെക്കൻഡ് കമാൻഡർ ശ്രീ നന്ദു ഡി എസ് ഉമാണ് ഇപ്പോൾ വിശിഷ്ടാവിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത്. ആദ്യമായി വിശിഷ്ടാവിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് ശ്രീ മുഹമ്മദ് അജ്മൽ ഷാ നയിക്കുന്ന ഒന്നാമത്തെ പ്ലട്ടൂണാണ്. മാർച്ച് പാസ്റ്റിൽ രണ്ടാമതായി ശ്രീ നബീൽ മുഹമ്മദ് നയിക്കുന്ന രണ്ടാമത്തെ പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാവിക്ക് അഭിവാദ്യം അർപ്പിച്ച് റൈസിന് മുന്നിലൂടെ കടന്നു പോകുന്നത്. ശ്രീ അഖിലേഷ് എസ് എസ് നയിക്കുന്ന മൂന്നാമത്തെ പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാവിക്ക് അഭിവാദ്യം അർപ്പിച്ച സ്ലോ മാർച്ചിൽ റൈസിന് മുന്നിലൂടെ കടന്നു പോകുന്നത്. ശ്രീ ശ്രീനാഥ് കെ ആർ നയിക്കുന്ന നാലാമത്തെ പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാവിക്ക് അഭിവാദ്യം അർപ്പിച്ച സ്ലോ മാർച്ചിൽ റൈസിന് മുന്നിലൂടെ കടന്നു പോകുന്നത്. അടുത്തതായി വിശിഷ്ടാവിക്ക് അഭിവാദ്യം അർപ്പിക്കാനെത്തുന്നത് ശ്രീ മനു എം നായർ നയിക്കുന്ന അഞ്ചാമത്തെ പ്ലട്ടൂണാണ്. മാർച്ച് പാസ്റ്റിൽ ആറാമതായി വിശിഷ്ടാവിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നത് ശ്രീ വിമൽ സി നയിക്കുന്ന ആറാമത്തെ പ്ലട്ടൂണാണ്. ഇപ്പോൾ വിശിഷ്ടാവിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് ശ്രീ സുജിത് എസ് എസ് നയിക്കുന്ന ഏഴാമത്തെ പ്ലട്ടൂണാണ്. ശ്രീ പ്രിയൻ സി നയിക്കുന്ന എട്ടാമത്തെ പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാവിക്ക് അഭിവാദ്യം അർപ്പിച്ച് റൈസിന് മുന്നിലൂടെ കടന്നു പോകുന്നത്. ശ്രീ പ്രവീൺ നയിക്കുന്ന ഒൻപതാമത്തെ പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാവിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത്. പരേഡിൽ ഏറ്റവും ഒടുവിലായി വിശിഷ്ടാവിക്ക് അഭിവാദ്യം അർപ്പിക്കാനെത്തുന്നത് ലക്ഷദ്വീപ് ഫയർ സർവീസിലെ ഫയർമാൻ ഡ്രൈവർ ഓപ്പറേറ്റർമാരുടെ ഒരു പ്ലട്ടൂണാണ്. ഈ പ്ലട്ടൂണിനെ ശ്രീ പി ടി മുഹമ്മദ് അലി നയിക്കുന്നു.
പരേഡ് ഇനി ക്വിക്ക് മാർച്ചിൽ സ്ഥാപിച്ച് അഭിവാദ്യം അർപ്പിച്ച് ഡയസിന് മുന്നിലൂടെ കടന്നു പോകും. പരേഡ് കമാൻഡർ ശ്രീ രാജേഷ് മോഹൻ, സെക്കൻഡ് കമാൻഡർ ശ്രീ നന്ദു ഡി എസുമാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത്. ശ്രീ മുഹമ്മദ് അജ്മൽ ഷാ നയിക്കുന്ന ഒന്നാമത്തെ പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് ക്വിക്ക് മാർച്ചിൽ ഡയസിനിലൂടെ കടന്നു പോകുന്നത്. ശ്രീ നവീൻ മുഹമ്മദ് നയിക്കുന്ന രണ്ടാമത്തെ പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് ക്വിക്ക് മാർച്ചിൽ അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത്. ശ്രീ അഖിലേഷ് SS നയിക്കുന്ന മൂന്നാമത്തെ പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത്. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് ശ്രീ ശ്രീനാഥ് KR നയിക്കുന്ന നാലാമത്തെ പ്ലട്ടൂണാണ്. ശ്രീ മനു M നായർ നയിക്കുന്ന അഞ്ചാമത്തെ പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത്. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് ശ്രീ വിമൽ C നയിക്കുന്ന ആറാമത്തെ പ്ലട്ടൂണാണ്. ശ്രീ സുജിത് SS നയിക്കുന്ന ഏഴാമത്തെ പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത്. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് ശ്രീ പ്രിയൻ C നയിക്കുന്ന എട്ടാമത്തെ പ്ലട്ടൂണാണ്. ശ്രീ പ്രവീൺ നയിക്കുന്ന ഒൻപതാമത്തെ പ്ലട്ടൂണാണ് ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത്. മാർച്ചിൽ ഏറ്റവും ഒടുവിലായി വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നത് ലക്ഷദ്വീപ് ഫയർ സർവീസിലെ ഫയർമാൻ ഡ്രൈവർ ഓപ്പറേറ്റർമാരുടെ ഒരു പ്ലട്ടൂണാണ്. ഈ പ്ലട്ടൂണിനെ ശ്രീ PP മുഹമ്മദ് അലി നയിക്കുന്നു. ചിട്ടയായ പരിശീലനം നടത്തിച്ച ആത്മവിശ്വാസത്തിന്റെയും ഐക്യബോധത്തിന്റെയും കരുത്തോടെ അറിവിന്റെ നിറകുടം മനസ്സിലൊരു അഗ്നിയായി ജ്വലിപ്പിച്ചുണർത്തി ദൃഢബന്ധമൊന്നും മുന്നേറുമെന്ന ആത്മവിശ്വാസവുമായി പരിശീലനം പൂർത്തീകരിച്ച ഈ 231 ട്രെയിനികൾ ഔദ്യോഗിക ജീവിതത്തിലേക്കുള്ള മുന്നേറ്റത്തിന്റെ പ്രതീകമായി ഇവിടെ
റിവ്യൂ ഓർഡർ മാർച്ച് നടത്തുന്നതും മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതുമാണ്. ഇപ്പോൾ പരിശീലനത്തോടനുബന്ധിച്ച് വിവിധ മത്സര പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ സേനാംഗങ്ങൾക്കുള്ള സമ്മാനദാനമാണ്. സമ്മാനദാനം നിർവഹിക്കുന്നത് നമ്മുടെ വിശിഷ്ടാതി ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ശ്രീ സി രവീന്ദ്രനാഥ് അവരുകളാണ്. ബെസ്റ്റ് ഔട്ട്ഡോർ FMR 186 പ്രിയൻ സി. പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്കിൽ ഇലവഞ്ചേരി ദേശത്ത് അശ്വതി നിവാസിൽ ശ്രീ സി ചന്ദ്രന്റെയും ശ്രീമതി എം വിമലയുടെയും മകൻ ശ്രീ പ്രിയൻ സി വിശിഷ്ടാതിഥിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നു. ബെസ്റ്റ് ഇൻഡോർ FMR 193 സുനിൽകുമാർ എസ്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ ചവറ തെക്കും ഭാഗം ദേശത്ത് വലിയെഴുത്ത് വീട്ടിൽ എസ് സുഭകന്റെയും ശ്രീമതി എൻ സുധയുടെയും മകൻ ശ്രീ സുനിൽകുമാർ എസ് വിശിഷ്ടാതിഥിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നു. ബെസ്റ്റ് ഓൾറൗണ്ടർ ലക്ഷദ്വീപ് ഫയർമാൻ ഡ്രൈവർ ഓപ്പറേറ്റർ നമ്പർ 2 ശ്രീ TP മുഹമ്മദ് അലി. ലക്ഷദ്വീപ് അമിനി ഐലൻഡിൽ തിരുവത്തുപുഴ വീട്ടിൽ ശ്രീ TK കിടാവിന്റെയും ശ്രീമതി TP സാറോമയുടെയും മകൻ ശ്രീ TP മുഹമ്മദ് അലി വിശിഷ്ടാതിഥിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നു.
ബെസ്റ്റ് ഓൾറൗണ്ടർ. FMR 10 രാകേഷ് എസ് മോഹൻ. കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ ആദിച്ചനല്ലൂർ ദേശത്ത് മോഹനവിലാസം വീട്ടിൽ ശ്രീ മോഹനന്റെയും ശ്രീമതി രാജലക്ഷ്മിയുടെയും മകനാണ് ഇന്നത്തെ പാസിംഗ് ഔട്ട് പരേഡ് കമാൻഡർ കൂടിയായ ശ്രീ രാകേഷ് എസ് മോഹൻ. ശ്രീ രാകേഷ് എസ് മോഹൻ വിശിഷ്ടാതിഥിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവർ സേനാംഗങ്ങളെയും ഇവിടെ കൂടിയിരിക്കുന്ന ജനാവലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. സർ പ്ലീസ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ ആഭിമുഖ്യത്തിൽ 25-28 ഫയർമാൻ ഡ്രൈവർ ഓപ്പറേറ്റർ ലക്ഷദ്വീപ് ബാച്ച്, 26-27 ഫയർമാൻ ബാച്ച് കേരള പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും ആദ്യമായി ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ജനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള രക്ഷാകർത്താവാണ്. ഒരു സമൂഹത്തിൻ്റെ മനസാക്ഷിയിൽ എന്നും നിറഞ്ഞ് നിൽക്കുന്നവരാണ് നിങ്ങൾ. വലിയ പ്രതീക്ഷ സമൂഹം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ അർപ്പിച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമ്പോഴാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ജനങ്ങളുടെ മനസ്സിൽ എന്നും നിലകൊള്ളുന്നത്. ഏതൊരു പ്രസ്ഥാനവും വളരുന്നത് അതിന് എണ്ണത്തിലോ വലുപ്പത്തിലോ അല്ല, മറിച്ച് ഈ സമൂഹത്തിന്റെ മനസാക്ഷിയിലെ അതിന്റെ സ്ഥാനം അനുസരിച്ചാണ്. ഓരോ മനസാക്ഷിയിലും അതിന്റെ സ്ഥാനം ഉയരുമ്പോഴാണ് ആ പ്രസ്ഥാനം വളരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുക. ആ വളർച്ച സാധ്യമാകണമെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠ നേടണം. അത്തരത്തിൽ നിലയുറപ്പിച്ച പ്രസ്ഥാനമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന്റെ രക്ഷാകർത്താവാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന് പറഞ്ഞു. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ അക്കാദമി പുനരുദ്ധരിക്കുന്നതോടൊപ്പം തന്നെ നിരവധി പദ്ധതികൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനായി ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അവയെല്ലാം ഈ അർത്ഥത്തിലാണ് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരു സമൂഹത്തിന്റെ മനസ്സിനെ കാത്തു സൂക്ഷിക്കുക, സമൂഹത്തിന്റെ മനസ്സ് പിടയുമ്പോൾ ഒപ്പം നിൽക്കുക, അതിനുവേണ്ടി ഒരു പ്രസ്ഥാനത്തെ ഒരുക്കുക, അതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് നിരവധി പദ്ധതികൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന് വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ഈ സമൂഹത്തിന്റെ മനസ്സാക്ഷിയിൽ എന്നും ഉള്ളവരാണ് എന്ന് തെളിയിച്ചത് കഴിഞ്ഞ പ്രളയകാലത്താണ്. പ്രളയകാലത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ പ്രവർത്തനം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്തതാണ്. പലതും മനസ്സിലുള്ള അതേ അർത്ഥത്തിൽ വാക്കുകളിലൂടെ പറയാൻ കഴിയും എന്ന് വരില്ല.
പ്രളയകാലത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ പ്രവർത്തനം അത്തരത്തിലൊന്നാണ്. ജീവൻ പിടയുന്ന സമയത്ത് ആ ജീവൻ രക്ഷിക്കാൻ ഒരു കൈ എത്തുന്നു എന്ന് വരുമ്പോൾ പിടയുന്ന ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന നിർവൃതി വാക്കുകൾ കൊണ്ട് അറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ പിടയുന്ന ഒരുപാട് ജീവനെ കൈകൊടുത്ത് രക്ഷിച്ചവരാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഇപ്പോൾ നിലവിലുള്ളത്. നിങ്ങൾ ആ സേനയിലേക്ക് ചേരുകയാണ്. ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് ചേരുകയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ ഓരോ പ്രശ്നങ്ങളിലും സാമൂഹിക പ്രതിബദ്ധതയോടെ ഇടപെടുവാൻ തീരുമാനമെടുക്കലാണ് അക്ഷരാർത്ഥത്തിൽ ഈ സമയത്ത് വേണ്ടത്. പാസിംഗ് ഔട്ട് പരേഡ് സമയത്ത് ഈ ഒരു പ്രതിജ്ഞ എടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ജനങ്ങളുടെ ഓരോ പ്രശ്നവും, അവർ വേദനിപ്പിക്കുന്ന ഓരോ പ്രശ്നവും എന്റെ പ്രശ്നമാണ് എന്ന് തിരിച്ചറിയണം. അത് പരിഹരിച്ചു കൊടുക്കൽ എന്റെ ചുമതല അല്ല, കടമയാണ്, ജീവിത കടമയാണ്, തൊഴിൽ കടമയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അങ്ങനെ യഥാർത്ഥത്തിൽ രക്ഷാകർത്താവായി, ഒരു സമൂഹത്തിന്റെ രക്ഷാകർത്താവായി അവരുടെ വേദനകളിൽ ഒപ്പം നിൽക്കാൻ കഴിയുന്നവരാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. പ്രളയകാലത്തുള്ള നിങ്ങളുടെ സേവനം ഈ സമൂഹം എന്നും സ്മരിക്കുന്നതാണ്. ഈ സന്ദർഭത്തിൽ കൂടി പ്രളയകാലത്തുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അത് തുടരാൻ നമുക്ക് കഴിയണം. അത്തരത്തിലുള്ള പ്രളയ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുവാനുള്ള പ്രവർത്തനത്തിലും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഇടപെടണം. വെള്ളം പൊങ്ങി വരുന്ന പ്രശ്നങ്ങൾ, തീ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞ് ഇടപെടുന്നതിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് അത് ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കുന്നതിലാണ്. അതെല്ലാം നേരത്തെ തിരിച്ചറിയുക ബുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കായിക ശേഷിയേക്കാൾ പ്രധാനം ഇത്തരണത്തിൽ ബുദ്ധിയാണ്. വളരെ ശ്രദ്ധയോടുകൂടി തങ്ങൾ ജോലി ചെയ്യുന്നതിന്റെ ചുറ്റുപാടും ശ്രദ്ധിച്ച് അപകട സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അവ ഇല്ലാതാക്കുവാനുള്ള ശ്രദ്ധയോടുകൂടിയിട്ടുള്ള ഇടപെടലുകളാണ് വേണ്ടത്. അങ്ങനെ പ്രശ്നം വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുമ്പോഴാണ് സമൂഹത്തിന്റെ രക്ഷാകർത്താവായി കൂടുതൽ മാറുന്നത്. ആ രീതിയിൽ നിങ്ങൾ മാറുമ്പോൾ സംസ്ഥാന സർക്കാർ അതിനനുസരിച്ച് എപ്പോഴും നിങ്ങളോടും ഈ സമൂഹത്തോടും ഒപ്പമുണ്ട് എന്ന കാര്യം ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത് വളരെ മനോഹരമായി ഈ പരിപാടി വിജയിപ്പിച്ച എല്ലാവരെയും സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സർ. ഇവിടെ ഈ പാസിംഗ് ഔട്ട് പരേഡ് ശുദ്ധ പര്യവസാനത്തിലേക്ക് മഹാകവി വല്ലപ്പള്ളി കന്നിക്കൊഴുത്തിൽ പാടിയതുപോലെ പോകണം ഏറെ ദൂരം നേർത്തൊരു വരമ്പിലൂടെ ഏകീകരായി പോകണം ഞാൻ മുന്നിൽ നടന്നേക്കാം. ഏറെ ദൂരം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു ഇവർക്ക്. ഈ സരസ്വതി ക്ഷേത്രം പകർന്നു നൽകിയ മന്ത്രങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഒരു മഹാനായ ആചാര്യന്റെ ശിഷ്യരായി ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന എല്ലാ ഗുരുക്കന്മാരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹാശസ്സുകളോടെ ഇവർ വിടവാങ്ങട്ടെ. പരേഡിന്റെ ജീവസുദ്ധതും സർവോപരി ഹൃദയസ്പർശിയുമായ ഒരു ചടങ്ങാണ് ഇനി നടക്കുന്നത്. ഈ ആർദ്ര നിമിഷങ്ങളെ അന്വർത്ഥമാക്കുവാൻ നമുക്ക് ഇപ്പോൾ പിരിയാം, പിന്നീട് ഒത്തുചേരാം എന്ന ആശയം ഉൾക്കൊള്ളുന്ന വേർപാടിന്റെയും വിജയത്തിന്റെയും ഈണമായ സ്കോട്ടിഷ് കവി റോബർട്ട് ബേൺസ് എഴുതിയ ഓൾഡ് ലാങ് സൈൻ എന്ന ബാൻഡ് വാദ്യം ഇപ്പോൾ ആലപിക്കുന്നതാണ്. ഒരു ജന്മകാലം മുഴുവൻ ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ അനവധി മുഹൂർത്തങ്ങൾ നെഞ്ചിലേക്ക് ഇവർ വിടവാങ്ങുന്നു. Will peel off them
Passing out parade. Over, sir. ആകാശയാനങ്ങളുടെ അപകടവുമായി ബന്ധപ്പെട്ട ഒരു ഡെമോൺസ്ട്രേഷനാണ് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. പാലക്കാട് നിന്നും നെടുമ്പാശ്ശേരി പുറപ്പെട്ട MH-44 ഹെലികോപ്റ്റർ സാങ്കേതിക തകരാർ മൂലം അടിയന്തരമായി ക്രാഷ് ലാൻഡിംഗ് ചെയ്യേണ്ടതുണ്ട്. ഫയർ അക്കാദമി ഗ്രൗണ്ടിൽ ക്രാഷ് ലാൻഡിംഗിന് ആവശ്യമായ സജ്ജീകരണം നടത്തേണ്ടതാണ്. സിംഗിൾ എഞ്ചിൻ ഹെലികോപ്റ്റർ, റോട്ടർ സ്റ്റാൻഡ്, ജനറേറ്റർ, ഇന്റർനോയിറ്റർ, aviation field with the pilot and Sri Krishnaraj and co-pilot Sri Kuttayan. Approaching speed 150 km/h. Over. ക്രാഷ് ലാൻഡിംഗിന് മുന്നേറുന്ന ചെയ്താണ്. റെസ്പോൺസ് ടൈം 1 minute. Maximum fuel depletion ചെയ്യാൻ പറ്റുന്ന നിർദ്ദേശങ്ങളാണ്. Wait for update. Over. Message given for over. Parasaudi calling ground officer. Ground officer answering. Ground officer. Parasaudi വേണ്ടി പതിനെട്ടോട് നോർത്ത് ഡയറക്ഷനിൽ 50x30x2 meter ഫോർവേഡ് തയ്യാറാക്കണം. Supplementary firefighting facilities, crash center, bomb center, firefighting team, medical team എന്നിവ safe distances പൊസിഷൻ ചെയ്യണം. Over. Ground officer answering. Message given sir. Ground officer calling all crews. All crews attention please. താഴെ പറയുന്ന ക്രമീകരണങ്ങൾ അടിയന്തരമായി സജ്ജീകരിക്കേണ്ടതാണ്. Quick response team bomb വെട്ടി പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. വാട്ടർ വാഷർ പരേഡ് ഗ്രൗണ്ടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിലും ക്രാഷ് നമ്പർ 1 ആൻഡ് എമർജൻസി മെഡിക്കൽ ടീം 1 ഗ്രൗണ്ടിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിലും ക്രാഷ് നമ്പർ 2 ആൻഡ് എമർജൻസി മെഡിക്കൽ ടീം 2 ഗ്രൗണ്ടിന്റെ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലും ഫോമറ്റിൽ നിന്നും 50 മീറ്റർ മാറി തയ്യാറായി നിൽക്കേണ്ടതാണ്. ഓവർ.
Open
ബഹുമാനപ്പെട്ട മുഖ്യാതിഥി നിർവഹിക്കുന്നു. സെക്കൻഡുകൾ വാഹനം അപകട സാധ്യത ലക്ഷ്യമാക്കി കുതിച്ചുപോയി. അദ്ദേഹം ഫലകത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഇപ്പോൾ ഇന്നത്തെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. തുടർന്ന് അദ്ദേഹം ഫയറിന്റെ മുഴുവൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആക്ടിവേറ്റ് ചെയ്താൽ എത്ര സെക്കൻഡിനാണ് ഇവിടെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി മാത്രമേ ചെയ്യിപ്പിച്ചു. ക്ലാസ് ഇൻഡോർ ക്ലാസ്സിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ രാത്രിയിലൊക്കെ വന്നിട്ട് ടെസ്റ്റ് ഇട്ടേണ്ടത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആക്ച്വൽ സിറ്റുവേഷൻ ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്ര സെക്കൻഡിനകം എല്ലാവരും ട്രെയിനിങ് സംസാരിക്കും. അസംതമായി ഉപേക്ഷിക്കപ്പെട്ട കുഴൽക്കിണറുകളാണ് മിക്കപ്പോഴും അപകടകാരികളാവുന്നത്. പാറകൾ തുറന്ന് നിർമ്മിക്കപ്പെടുന്ന ഇത്തരം കിണറുകളുടെ രക്ഷാപ്രവർത്തനം ഏറെ പരിശ്രമകരമാണ്. ഇപ്പോൾ തന്നെ ഇത് സ്മോക്ക് റൂമുമായിട്ടാണ് ബന്ധിപ്പിച്ചത്. എല്ലാവരുടെ ട്രെയിനിങ് രണ്ട് തരത്തിൽ ഫയർ ഫൈറ്റിംഗ് നമ്മൾ ക്ലബ് ചെയ്തിട്ടുണ്ട്, രക്ഷാപ്രവർത്തനത്തിലുള്ള ട്രെയിനിങ്ങും നമ്മൾ ക്ലബ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് രണ്ടും താഴത്തെ മേളിലേക്ക് കിണറിനെ പോലെ തൊഴിലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഫയർ ഫൈറ്റർ തരുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആളെ രക്ഷപ്പെടുത്തി അതിൻ്റെ റെസ്ക്യൂ നോക്കിയിട്ട് ശേഷമാണ് മേളിലേക്ക് സ്മെല്ലും റിയലി ഒരു ടോക്സിക് അറ്റ്മോസ്ഫിയർ തന്നെ ഉണ്ടാക്കാൻ പാടില്ല. അപ്പം അത്രയ്ക്കും പെർഫെക്റ്റ് ആയ ഒരു BSL ജംഗ്ഷനിൽ മാത്രമേ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മളായിട്ട് ഡൈവിങ് ചെയ്യാൻ നേരത്തെ മാത്രം മനസ്സിലാകും ടോർച്ചുള്ളത്. ഫോസ്ഫറസ് കണ്ടന്റുള്ള മണ്ണാണ് കത്തുമ്പോൾ ഇതാണെന്ന് തോന്നുന്നു. സാധ്യത
പാസിംഗ് ഔട്ട് പരേഡ് വളരെ ഗംഭീരമായ നിലയിൽ വിജയകരമായി പൂർത്തിയായി. അതിൽ മികച്ച പ്രകടനം നടത്തിയ മുഴുവൻ ആളുകളെയും സംഘാടകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. പുതുതായി കർമ്മരംഗത്തേക്ക് രംഗപ്രവേശം ചെയ്യുന്ന ഇന്ന് പാസ് ഔട്ടായ ഉദ്യോഗസ്ഥർ, അവർക്ക് എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുകയാണ്. അക്കാഡമിയിൽ പഠിച്ച പാഠങ്ങൾ അത് ടെസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന നാളുകളാണ് വരുന്നത്. കൂടുതൽ അറിവ് ആർജിച്ച് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സമൂഹത്തിന്റെ മനസാക്ഷിയിൽ നിങ്ങളുടെ സേവനങ്ങളിലൂടെ സ്ഥാനം കണ്ടെത്താൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിവിടെ ഉണ്ടായിരുന്ന കാലത്ത് നല്ല നിലയിൽ പരിശീലനത്തിൽ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ നിങ്ങൾ തയ്യാറാക്കിയ ഈ സ്മരണിക, കൈത്താങ് എന്ന് പേരിട്ടിരിക്കുന്ന നിങ്ങൾ തയ്യാറാക്കിയ ഈ സ്മരണിക, ഇത് പ്രകാശനം ചെയ്യുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ. കൈത്താങ് എന്ന ഈ സ്മരണിക ലക്ഷദ്വീപിലെ പരിസരങ്ങൾ നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട നമ്മളുടെ ഡ്യൂട്ടികളോട് നിർവഹിക്കും. എല്ലാം ഉണ്ട് സാറേ. താങ്ക് യു സാർ.